നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലെ ഇപ്പോഴത്തെ കറൻറ്റ് ടൈം, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, നിങ്ങളുടെ കരിയർ എനർജിയിൽ നിങ്ങൾ ഏത് അവസ്ഥയിലേക്കാണ് കടന്നു പോകേണ്ടത്, ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെയൊക്കെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കണക്ട് ചെയ്താണ് നമ്മൾ ഓരോ യൂണിവേഴ്സൽ മെസ്സേജും എടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യണം, നിങ്ങൾക്ക് അക്യുറേറ്റ് ആകുന്ന ഒരു നല്ല റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉയർച്ചയിലേക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എത്രത്തോളം മാറ്റം വേണമെന്ന്, നിങ്ങൾക്ക് ഏത് തലത്തിലൂടെ കടന്നു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹത്തെ നിങ്ങൾക്ക് ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. ഒരു മാസം എത്ര രൂപ ഏൺ ചെയ്യണം, ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരണം, നിങ്ങളുടെ മക്കളുടെ പുരോഗതിയെക്കുറിച്ചാണെങ്കിലും, നിങ്ങളുടെ ഹസ്ബൻഡിനെ ബേസ് ചെയ്താണെങ്കിലും, നിങ്ങളുടെ വൈഫിനെ ബേസ് ചെയ്താണെങ്കിലും, ഫാമിലി ബന്ധങ്ങളെ കണക്ട് ചെയ്താണെങ്കിലും, നിങ്ങളുടെ കരിയർ പാതയിലുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം, ആ ഒരു ബോണ്ട് എത്രത്തോളം പവർഫുൾ ആക്കണം, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അഫർമേഷൻസ് ആയിട്ട് എഴുതുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉറച്ചു പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ വന്നിരിക്കുന്നു, ഞാനത് സന്തോഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാൻ ഏറ്റവും പവർഫുള്ളായ ഒരു എനർജിയിലൂടെയാണ് കറൻറ്റ്ലി കടന്നു പോകുന്നത് എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷൻ എപ്പോഴും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുക. അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. കാര്യതടസ്സങ്ങൾ മാറാനും ശത്രുദോഷങ്ങൾ മാറാനും നെഗറ്റീവ് എനർജികളുടെ പ്രസൻസിൽ നിന്ന് പുറത്ത് കടക്കാനും ഒക്കെയാണ് വരാഹി മന്ത്രം ഉപയോഗിക്കാൻ പറയുന്നത്. 308 തവണ നിങ്ങൾ ഡെയിലി എഴുതുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ആ എഴുതി ഒരു ബുക്കിനകത്തെ സ്ഥിരമായിട്ട് എഴുതുകയാണെങ്കിൽ അത് പൂർണ്ണമായ ഒരു ബുക്ക് ഫിനിഷായി കഴിയുമ്പം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ എവിടെയാണേലും നടക്കൽ കൊണ്ടുവച്ചാൽ മതി. അത് ഏത് മതസ്ഥർക്കാണേലും നിങ്ങൾക്കത് എഴുതാം കേട്ടോ. ഇന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണെന്നൊന്നും ചിന്തിക്കേണ്ട. എന്നിട്ട് ആ ദേവിയുടെ നടക്കൽ കൊണ്ടുവച്ചാൽ മതി. അതുപോലെ തന്നെ മണി അഫർമേഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടോ, നമ്മുടെ പൂർവികരായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, നമ്മൾക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ തെറ്റുകളാണെങ്കിലും, അതുപോലെ ഇപ്പം നമ്മുടെ ലൈഫിൽ ബ്ലോക്കേജ് വരുന്നതുമെല്ലാം മാറാനാണ് മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ മണി അഫർമേഷൻസിനകത്ത് നിങ്ങൾക്ക് ഹെൽത്തിനെയും കണക്ട് ചെയ്യാൻ പറ്റും, കരിയറിനെയും കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞും ഈ മണി അഫർമേഷൻസിലെ ആ ഒരു മണി എന്നുള്ള ആ ഒരു വേർഡ്സ് മാറ്റി അവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചേർത്ത് അഫർമേഷൻസ് പറഞ്ഞാൽ മാത്രം മതി. 108 തവണ പറയുക, ഏറ്റവും പവർഫുള്ളാണ്. കുറഞ്ഞത് എല്ലാ ദിവസവും 21 പ്രാവശ്യമെങ്കിലും പറയുക കേട്ടോ. അത്രയെങ്കിലും നിങ്ങൾ ചെയ്താലാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയുള്ളൂ. റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങളുടെ ദുഃഖങ്ങളെയും നിരാശയും പ്രശ്നങ്ങളെയും എല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് റൈറ്റ് ഹീലിംഗ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ മാറ്റങ്ങൾ വരിക എന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. മറ്റൊരാൾക്ക് ഒന്നും ഇഞ്ചെക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തോട്ട്സ് എന്താണോ ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സ്വപ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റ് ചെയ്യും. നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതെന്ന് ചിന്തിക്കുക. അപ്പം നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അപ്പം തന്നെ സ്റ്റോപ്പ് പറയണം. അപ്പം തന്നെ നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ആ നിമിഷം തൊട്ട് പോസിറ്റീവിനെ നിങ്ങൾ നാവുകൾ കൊണ്ട് പറഞ്ഞ് നിങ്ങൾ പോസിറ്റീവിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പഴിച്ചിട്ടോ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ അവരെ പരിഹസിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമുള്ളവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ വിട്ടുകളയുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്
സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു പൂർവീക ബന്ധത്തിൻ്റെ എനർജിയാണ് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ റിജക്റ്റ് ചെയ്തതോ നിങ്ങളെ റിജക്റ്റ് ചെയ്തതോ ആയ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നത്. അതൊരു പക്ഷേ ഒരു ഓർമ്മയിലൂടെ ആവാം, അതല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കിന്ന് കണക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതല്ലേ ഒരു കോളോ മെസ്സേജോ ഒരു മീറ്റപ്പ് എനർജിയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയോ ആയിരിക്കാം. എന്താണെങ്കിലും മുൻകാലങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി നിന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അതൊരു എന്താ പറയുക, ഒരു വിധിയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങളിൽ നിന്ന് വിട്ടുപോയാലും ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു എനർജിയെ ബേസ് ചെയ്താണ്. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തിരുന്ന നിങ്ങളുടെ ഒരു കരിയർ പാതയെ ബേസ് ചെയ്തുള്ള കാര്യവുമാവാം. നഷ്ടപ്പെട്ട ഒരു കരിയർ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടുള്ള എനർജി കൂടി നമുക്കിവിടെ കാണുന്നുണ്ട്. ചിലത് ബന്ധങ്ങൾ തകർന്നു പോയ, നിങ്ങളെ ട്രാജഡിയിലേക്ക് തള്ളിയ, ഒരു തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു റിലേഷൻ്റെ പ്രസൻസ്, ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടി കാണുന്നുണ്ട്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു മീറ്റപ്പ് എനർജിയാണ് കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയൊരു വ്യക്തിനെ ഓർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആവാം, നിങ്ങളിൽ നിന്നും വിട്ടുപോയ, അതുപോലെ തന്നെ നിങ്ങൾ റിജക്റ്റ് ചെയ്തതോ നിങ്ങളെ റിജക്റ്റ് ചെയ്തതോ ആയ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ആണ് നമുക്ക് കാണുന്നത്. കുറച്ച് ആളുകളിൽ മാത്രം ജോബിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജോലി, നഷ്ടപ്പെട്ട ഒരു ജോലിയോ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് വഴുതിപ്പോയതായ ഒരു ജോബോ ആയ ഒരു കാര്യം, എന്താണെങ്കിലും നഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തിരിച്ച് ലഭിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാലം മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കുറച്ച് ഏജ്ഡ് ആയ വ്യക്തികളുടെ പ്രസൻസ് ആണ് കേട്ടോ. ഒരു 40 എബോവ് ഒക്കെ ആയ, ഒരു 50ലേക്കൊക്കെ കടക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് ആണ്. ഒരു ഗാർഡിയൻ പ്രസൻസിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇനി മുന്നോട്ടേക്കൊരു ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജീനെ ബേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. വളരെ ശക്തമായ ഒരു സിറ്റുവേഷൻസ് മാർച്ച് ഏപ്രിൽ മാസക്കാരെ ബേസ് ചെയ്തുള്ളൊരു എനർജി കണക്റ്റഡ് ആവുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു. ഒരു പക്ഷേ ഒരു കയറ്റമാവാം, അതല്ലെങ്കിൽ ഒരു ഇറക്കവും ആവാം കേട്ടോ. എന്തുമാവാം, നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിറ്റിയോട് കൂടി നോക്കിയപ്പം ബാലൻസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ്. ഡിസംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആകുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂണിനെ ബേസ് ചെയ്ത്. ഒരു പക്ഷേ ഏപ്രിൽ ഡിസംബർ മാസക്കാരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഏപ്രിൽ മാസത്തിലോ ഡിസംബർ മാസത്തിലോ മാർച്ച് മാസത്തിലോ ഒക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു വെല്ലുവിളിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബാലൻസ് എനർജിയിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഇംബാലൻസിൽ നിന്ന പലരുടെയും സിറ്റുവേഷൻസ് ഇനി ഒരു ബാലൻസിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കണക്റ്റഡ് ആവുകയാണ് എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1 ഇയർ ഉണ്ടാകും ആ ഒരു ക്ലാരിറ്റി കേട്ടോ. നിങ്ങളുടെ ഈ ഒരു വർഷമെന്ന് പറയുന്നത് നല്ലൊരു മാറ്റത്തിൻ്റെ, അതായത് ബാലൻസിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. തട്ടുകേടില്ലാതെ, തടസ്സങ്ങളില്ലാതെ, ശത്രുദോഷങ്ങളില്ലാതെ, മത്സരിക്കാൻ, കോമ്പറ്റീഷൻ എനർജിയിൽ മത്സരിക്കാൻ ആരുമില്ലാതെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് ഏജ്ഡ് ആയ ഒരു ഗാർഡിയൻ എനർജിയിൽ, പേരൻസിങ് എനർജിയിൽ നിൽക്കുന്നവരുടെ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ഒരു എനർജിയാണ്. ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളിൽ ഇന്നത്തെ ദിവസം ഒരു ഡാർക്ക് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളെ ഇന്നത്തെ ദിവസം കുറച്ച് ആളുകളുടെ എനർജിയെ മറ്റാരൊക്കെയോ അതായത് മറ്റാരുടെ ഒരു കൺട്രോളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിന്നൊരു ട്രാവലിംഗ് എനർജീനെ ബേസ് ചെയ്ത്, അത് വിദേശത്തേക്കാവാം, മറ്റൊരു ലോങ് ഡിസ്റ്റൻസിലേക്കാവാം, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളൊരു പുതിയതായിട്ട് ഒന്നേന്ന് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കിടയിൽ ഒരു ശത്രുദോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് വളരെ പുതിയൊരു തുടക്കത്തെ ബേസ് ചെയ്താണ് കേട്ടോ. അത് കരിയർ ആവാം, വിവാഹം പോലുള്ള മാര്യേജിനെ സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളാവാം. അത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ പുതിയ തുടക്കത്തിനായിട്ട് നിൽക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ എനർജിയിൽ നമുക്ക് ഈ ഒരു ബ്ലോക്കേജ് വന്നിരിക്കുന്നത് ഒരു അസൂയ നിറഞ്ഞതും ശത്രുതയോട് കൂടിയുള്ളൊരു സിറ്റുവേഷൻസാണ് കേട്ടോ. നിങ്ങളുടെ സക്സസ്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ളൊരു ബ്ലൈൻഡ് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡ് സക്സസ് എനർജി. നിങ്ങൾ ഒരു പക്ഷേ ഒന്നിലധികം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികളിൽ തന്നെയാണ് ഈ ഒരു ശത്രുതയുടെ അല്ലെങ്കിൽ ഈ ഒരു വൈരാഗ്യം, അസൂയ, ആ ഒരു ഡാർക്ക് എനർജിയുടെ പ്രസൻസ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി തീർത്ത് ഒരു ഹൈഡ് എനർജിയിൽ പോകാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നമുക്കിതിനകത്തൊരു പരിഹാരം എനർജി എന്നുള്ളത് നല്ലതുപോലെ അഫർമേഷൻസുകൾ എഴുതുക, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. മെഡിറ്റേഷൻ മീൻസ് പ്രാർത്ഥനയ്ക്കാണെങ്കിലും ദൈവത്തിലേക്ക് കുറച്ച് അടുക്കുക കേട്ടോ. നിങ്ങളുടെ വിജയം, നിങ്ങളുടെ യാത്രാ ബ്ലോക്കേജുകൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന പല നല്ല കാര്യങ്ങളെയും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ബ്ലോക്കിംഗ് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിലുള്ള ചില കാര്യങ്ങളിലും അസൂയ നിറഞ്ഞ ആളുകളുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, പ്രണയബന്ധത്തിലായിക്കോട്ടെ, അവിടെയും നിങ്ങളുടെ ശത്രുതയോടുകൂടി നിങ്ങളോടൊപ്പം തന്നെ ചില എനർജികൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ ഡെവിൾ എനർജിയുടെ പ്രസൻസ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും കേട്ടോ. പെട്ടെന്നുള്ള കലഹങ്ങൾ, നഷ്ടങ്ങൾ, ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യത. ട്രാവലിങ്ങിന് ഒരു ബ്ലോക്കേജ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെയാണ് ഇത് ബ്ലോക്ക് ആക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ശരിക്കും പ്രാർത്ഥിക്കുക, പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം എന്താണോ, നിങ്ങൾ എങ്ങോട്ടേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെടാതിരിക്കാൻ. പ്ലസ് നിങ്ങളൊരു ഹൈഡ് എനർജിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ സ്നേഹമായിക്കോട്ടെ, നിങ്ങളുടെ സക്സസ് ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പല ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഒരു ട്രാവലിംഗ് ആയിക്കോട്ടെ, നിങ്ങളൊരു ഹൈഡ് എനർജിയിൽ തന്നെ നിൽക്കണമെന്നാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ. അതായത് ഒരു വിരക്തി, ഒരു ബ്ലൈൻഡ് എനർജിയുടെ പ്രസൻസ് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന പല കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല കേട്ടോ. നിങ്ങൾ കർമ്മരംഗത്താണെങ്കിലും നിങ്ങളുടെ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഒരു വെൽത്ത് എനർജിയിൽ സാമ്പത്തികപരമാകുന്ന കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ഇമോഷണൽ ഇംബാലൻസിങ് കാണുന്നുണ്ട്. വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം, ടെൻഷൻ കൂടുതൽ ഇന്ന് അടിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു ഇൻഡിസിഷൻ എനർജിയാണ് കാണുന്നത്. നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥന മീൻസ് മണി അഫർമേഷൻസ് ചൊല്ലുക. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ, ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസാണ് വരുന്നതെങ്കിൽ മാക്സിമം നമ്മൾ ഒന്ന് സൈലൻ്റ് ആവുക കേട്ടോ. ഒന്ന് മാറിപ്പോവുക ഇന്നത്തെ ദിവസത്തേക്ക്. അതായത് ഒരുപാട് നമ്മളും അങ്ങോട്ടേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പോയാൽ നമ്മുടെ നെഗറ്റീവ് വശത്തിലേക്ക് ഒരുപാട് നോക്കാൻ പോയാൽ നമുക്ക് ഒരിക്കലും ഒന്നും തന്നെ നല്ലത് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചില സ്ഥലത്തൊന്ന് കണ്ണടയ്ക്കേണ്ടതാണ് കണ്ണടയ്ക്കുക, ഒന്ന് സൈലൻ്റ് ആവേണ്ടതാണെങ്കിൽ ആകുക. ഇമോഷണലി ചിലപ്പോൾ ഒരു പെയിൻ എനർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ മാനേജ് ചെയ്യുക. കാരണം നിമിഷങ്ങൾ മാറി മറിയുമെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ബൗണ്ടറി തീർക്കാനാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം. കമ്മ്യൂണിക്കേഷൻ പരമായിട്ടാണേലും കരിയർ പാതയിലുള്ളൊരു ഹാർഡ് വർക്കിംഗ് എനർജിയെ ബേസ് ചെയ്താണെങ്കിലും നിങ്ങളുടെ ഒരു റിസ്ക്, നിങ്ങളെടുക്കുന്ന ഒരു റിസ്കിന് ഇന്നൊരു ഫലം ഇല്ലാത്തൊരു സിറ്റുവേഷൻസാണ്. ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ പ്രവൃത്തി തന്നെ, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ചെയ്തോളുക. പക്ഷേ ഇന്നത്തെ ദിവസം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിലൊരു സെലിബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷത്തിൻ്റെയും ഒരു ഒത്തുചേരലിൻ്റെയൊക്കെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്
നിങ്ങൾക്കിന്നൊരു നേതൃപാടവം നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങളെ നേതൃപാടവത്തിൽ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലി എനർജിയെ ബേസ് ചെയ്താണ്. കുടുംബങ്ങളിലായിരിക്കാം, കുടുംബ ബന്ധങ്ങളിലുള്ള നമ്മളുടെ പേരൻസിനെ മറ്റു ബന്ധങ്ങളെയൊക്കെ കണക്റ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെറിയൊരു ഉത്തരവാദിത്തം കൂടുതൽ തരുന്നുണ്ട്, ഒരു ലീഡർഷിപ്പ് എനർജി. പക്ഷെ അത് നിങ്ങൾ സക്സസ് ആക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം നിങ്ങൾ പൂർവാധികം ശക്തമായിട്ട് പോസിറ്റീവിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഫാമിലിപരമായിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, അതായത് ഒരു സംസാരത്തിലോ മറ്റു കാര്യങ്ങളിലോ തെറ്റിദ്ധാരണയിലോ ഒക്കെ എന്തെങ്കിലും ഒരു സംസാരമുണ്ടായാൽ അവിടെ നിങ്ങളുടെ ഒരു പ്രസൻസ് സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു കാര്യം അവസാനിപ്പിച്ച് പുതിയ ചില തുടക്കത്തിലേക്ക്, പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് മാറാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെ നീതിപൂർവവും ശ്രദ്ധയോടുകൂടിയും കാര്യങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് പുതിയ ചില ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്. ആരോടെങ്കിലും ഒരു ഇഷ്ടമൊക്കെ പറയാൻ ആഗ്രഹിച്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് നിങ്ങൾക്കത് തുറന്നു പറയാൻ കേട്ടോ. ഇന്ന് നല്ലൊരു സമയമാണ് എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിയും കണ്ട് ചെയ്താൽ മതി കേട്ടോ. കൃഷ്ണാമ്മ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോയി തല്ലുകൊണ്ടു എന്ന് പറയരുത്. ഇന്ന് അതിന് പറ്റിയ നല്ലൊരു ദിവസമാണ്. പക്ഷേ ആലോചിച്ച് 1-2 പ്രാവശ്യം ആലോചിച്ചിട്ട് പോയി മതി കേട്ടോ. അതുപോലെ തന്നെ ചിലരെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്കും വരുന്നുണ്ട്. നിങ്ങൾക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ ഡെസ്റ്റിനിയെ കണക്റ്റ് ചെയ്ത് ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിന്ന് ആക്ഷൻ എടുക്കാനും പറ്റും. ചിലരെ സംബന്ധിച്ച് ഒരു ഗ്രോത്ത് എനർജി ഉണ്ട് കേട്ടോ, ഒരു ഗുഡ് ലക്ക് എനർജി ഒക്കെ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നതായിട്ടും ഒരു ഗ്രോത്ത് എനർജിയിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് വരുന്നതായിട്ടും പ്ലസ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉന്മേഷത്തിൻ്റെ, ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആഹ്ലാദത്തിൻ്റെ ദിവസമായിട്ടുള്ളൊരു എനർജിയും കൂടി കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇത് സൺ എനർജിയാണ് തുടർന്ന് കണക്റ്റ് ചെയ്ത് വരുന്നത്. നിങ്ങളുടെ ചിലരുടെയൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ പവറൊക്കെ നല്ല ടോപ്പായി വരുന്നുണ്ട് കേട്ടോ. അഫർമേഷൻസും റൈറ്റ് ഹീലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ശരിക്കും മാറ്റത്തിൻ്റെ സമയമാകുന്നുണ്ട്. മാത്രവുമല്ല ഒരു സൺറൈസിങ് ആണ്, ഒരു സക്സസ് ആണ്. ശരിക്കും ഇന്നത്തെ ദിവസം ഒരു വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് വ്യക്തികളിൽ വിധി ചേഞ്ച്, കാലം മാറുന്നു, സമയം ചേഞ്ച് ആകുന്നു, സക്സസ് വരുന്നു, ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, മുന്നോട്ടേക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. ചിലരെ സംബന്ധിച്ച് തടസ്സങ്ങളെയെല്ലാം വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കാനുള്ളൊരു വിൽ പവർ എനർജി ഉണ്ടാകുന്നു. ജീവിതത്തിലൊക്കെ ചിലപ്പോൾ ഈ ഫാമിലിയിലൊക്കെ ഒന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ്, ബന്ധുക്കളുടെ ഇടയിലൊക്കെ നിന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിന്നൊരു നേതൃപാടവം ലഭിക്കുന്നു. ടോട്ടലി നല്ലൊരു എനർജിയിൽ വരുന്നുണ്ട്. പക്ഷേ 5 ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ബന്ധത്തിലോ ഫാമിലി ലൈഫിലോ ഒക്കെ ഒരു ചെറിയ നിരാശ ഇന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് ആളുകളിൽ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മളായിട്ടൊരു പ്രശ്നമില്ലാത്ത വിധം ഒന്ന് സൈലൻ്റ് ആവുക. ചില സമയങ്ങളിൽ നമ്മളുടെ മൗനം വലിയ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു പാർട്ട്നേഴ്സിനെ ബേസ് ചെയ്ത് ഒരു ലോങ് ടൈം സക്സസ്സിലേക്കോ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ എത്തേണ്ടവരെ സംബന്ധിച്ച് ഒരു നിരാശ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഡിലേ എനർജിയാണ് കാണുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ അതിനൊരു ഡിസിഷൻ എടുക്കണ്ട. അതായത് യെസ്സും പറയണ്ട നോയും പറയേണ്ടാത്തൊരവസ്ഥയാണ്. മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യത്തിന് മൂവ് ഓൺ ചെയ്യണ്ട കേട്ടോ. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏതെങ്കിലും ബന്ധത്തിൽ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്, ഒരു നിരാശ അല്ലെങ്കിൽ ഒരു റോങ് സിറ്റുവേഷൻസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണ്ട. ഫസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെ കണക്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റിംഗ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡിസിഷനും എടുക്കണ്ട. കുറച്ച് കാലതാമസം വന്നാലും ഈ സമയം മാറുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബന്ധങ്ങളിലാണെങ്കിലും ഒരിടത്തും ഒരു ഡിസിഷനും എടുക്കാതെ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്താണ്, നമ്മളുടെ ആ ഒരു എനർജി, നമ്മളുടെ ആ ഒരു ഇമോഷണൽ ബാലൻസ്, അതൊക്കെ ഒന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഒന്ന് ഡൗൺ ആണ്, നിങ്ങൾ നിരാശയിലാണ്, ഫെയിലിയർ എനർജിയിലാണ്.
മാനസികപരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മൂവ് ഓൺ ചെയ്യണമെന്ന് ചോദിച്ചാൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അതിൽ നിന്നിട്ടും യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് പറയാനുള്ളൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം കാര്യങ്ങളൊക്കെ ആവും. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിൽ ടോക്സിക് ആകുന്ന, അതായത് ഒരു വല്ലാത്ത ഒരു ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊരു അബണ്ടൻസിലേക്ക്, ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്കും സെൽഫ് ലവിലേക്കൊക്കെ മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പൂർണ്ണതയിൽ എത്താൻ പറ്റുന്നുണ്ട്. അതായത് ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട് ചില വ്യക്തികളുടെ എനർജിയിൽ. നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഒരിടത്ത് ഇരുന്നാൽ മതി, നിങ്ങളിലേക്ക് ഫിനാൻസ് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സാമ്പത്തികപരമായിട്ടുള്ള ഒരു നെട്ടോട്ടം ഓടുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഒരു നോ എനർജിയിൽ, ശൂന്യതയിൽ നിന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇമോഷണൽ അബണ്ടൻസും ഫിനാൻഷ്യൽ അബണ്ടൻസും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ദ സ്റ്റാർ എനർജി കാണുന്നുണ്ട്. കൺഫ്യൂഷൻ എനർജിയിൽ സ്റ്റക്കായിട്ട് നിന്നവർക്കൊക്കെ ചെറിയ രീതിയിൽ ഒരു അനക്കം തട്ടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫ്യൂച്ചർ പ്ലാനിങ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വന്നൊരു എനർജി ഉണ്ടല്ലോ, റീയൂണിയൻ പ്രസൻസ്. ആ റീയൂണിയൻ പ്രസൻസ് സ്റ്റക്കായിട്ട് നിന്ന കുറച്ച് ആളുകളെ ഒന്ന് ഹാപ്പി മൂഡിലേക്ക്, ഒരു സന്തോഷത്തിലേക്ക്, ഒന്ന് ജീവിക്കണമെന്നുള്ള ഒരു ഫീലിങ്സിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായി തന്നെ മുന്നോട്ടേക്ക് പോകുക. അതായത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ടെൻഷൻ, മറ്റാരെയൊക്കെയോ പേടിക്കുന്നു, മറ്റാരുടെയൊക്കെയോ ഫോക്കസിങ് നിങ്ങളിലാണ്, നിങ്ങൾക്കൊരു ശ്വാസം വിടാൻ പറ്റാത്ത ഒരു വിമ്മിഷ്ടം അനുഭവിക്കുന്നു, വല്ലാതെ ഒരു ടെൻഷൻ അനുഭവിക്കുന്നു, ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആകൂ, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കൂ, നിങ്ങളൊന്ന് ഉത്സാഹമാകൂ, ഒരു ഡാൻസൊക്കെ ചെയ്തൊന്ന്, നിങ്ങളൊരു പാട്ടൊക്കെ കുറച്ചൊന്ന് കേട്ട് ഒന്ന് സന്തോഷമായി നിങ്ങളൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ കൊടുത്ത് കുറച്ചൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു ട്രാവലിംഗ് ഒക്കെ ചെയ്ത് 2-3 പേരോട് കുറച്ചൊന്ന് സംസാരിച്ച് നിങ്ങളൊന്ന് സ്ട്രോങ് ആവുക കേട്ടോ. കാരണം ഒരു ഡൗൺ എനർജിയിൽ നിന്നൊന്ന് പുറത്ത് കടക്കാനാണ് പറയുന്നത്. നമ്മൾ പ്രശ്നത്തെ ഒന്ന് മാറ്റി വയ്ക്കുക. ലെറ്റ് ഗോ എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ചിലരെ സംബന്ധിച്ച് വിവാഹ ബന്ധത്തെ ബേസ് ചെയ്ത് വെയിറ്റിംഗ് ചെയ്ത്, ഒരു വ്യക്തിയുടെ വാക്ക് കേട്ടിട്ടോ സിറ്റുവേഷൻസിന് വെച്ചോ, നിങ്ങൾ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷത്തെ ബേസ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി വെയിറ്റിംഗ് ചെയ്ത് നിങ്ങൾക്കൊരു കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടാതെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനാണ് കേട്ടോ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിൽക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ നീഡ് ടു വെറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ തുടക്കങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങളതിനെ കൂടുതലൊന്ന് അറിയാൻ ശ്രമിക്കുക കേട്ടോ. വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഇനി എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലോക്കായി നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നിങ്ങൾക്കത് പൂർണ്ണമാധികം ശക്തിയോടുകൂടി കണക്ട് ചെയ്തു വരും. നോ നീഡ് ടു വെറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒന്ന് നിങ്ങൾ എന്താ പറയുക, റീസ്റ്റാർട്ട് ചെയ്തെടുക്കുക. അതായത് ഒരിക്കൽ കൂടി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെയൊക്കെ നിങ്ങൾ ത്യജിച്ചിന് ഒന്നും വേണ്ട, ലൈഫിലൊന്നും വേണ്ട എന്നൊക്കെ ചിന്തിച്ച് എല്ലാത്തിനെയും ഉപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു റീസ്റ്റാർട്ടിങ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ചക്രാസുകളൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കുക. ഈ ചക്രാസുകൾ ആക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സിമ്പിളേ ഉള്ളൂ. ശരിക്കും കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലിയാലോ, കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാലോ, ഈ പറയുന്ന വിശ്വാസ പ്രമാണം ചൊല്ലിയാലോ, മുസ്ലിംസായ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിയാലോ, എല്ലാ അക്ഷരങ്ങളും നമ്മുടെ ചക്രയുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അക്ഷരങ്ങൾ നമ്മുടെ നാവിലൂടെ കടന്നു പോകുമ്പം ഓൾറെഡി ആ ചക്രാസുകളെല്ലാം വർക്കിംഗ് ആവും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ഡിഫിക്കൽറ്റിയാണ്, ആ സമയത്ത് ഭയങ്കരമായിട്ട് മാനസിക പിരിമുറുക്കവും ശാരീരിക പ്രശ്നവും വരുന്നു എന്ന് പറയുന്നവർ ഫസ്റ്റ് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ചക്രാസുകളെ ആക്റ്റീവ് ആക്കുക. മറ്റേതൊക്കെ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെ പോലെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത് കേട്ടോ.